വെൽക്കം ബാക്ക് ടു CS ചാപ്റ്റേഴ്സ്. നമ്മളിവിടെ നോക്കുന്നത് S3 ഡാറ്റ സ്ട്രക്ചറിൻ്റെ മൊഡ്യൂൾ 2 ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഓൾറെഡി പാർട്ട് 1 പാർട്ട് 2 ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പോയി ചെക്കൗട്ട് ചെയ്തിട്ട് ഈ വീഡിയോ കാണാം. ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ അപ്ഡേഷന് വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകും. നമ്മൾ ഓൾറെഡി പറഞ്ഞു പോളിനോമിയൽ അഡീഷൻ്റെ കാര്യം അല്ലേ. അപ്പോൾ നമ്മളിനി എങ്ങനെ ഒരു അൽഗോരിതം അനാലിസിസ് എന്താണെന്ന് നോക്കാം. ഒരു പോളിനോമിയൽ ഉണ്ട് m ഡിഗ്രി, പിന്നെ ഒരു പോളിനോമിയൽ n ഡിഗ്രി ഉണ്ടെങ്കിൽ അതിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത് OM+n ആണ്. ഓക്കെ, നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് സ്പാർസ് മെട്രിക്സ് ആണ്. ഓക്കെ, എന്താണ് സ്പാർസ് മെട്രിക്സ്? ഇറ്റ് ഈസ് എ മെട്രിക്സ് ഇൻ വിച്ച് മോസ്റ്റ് ഓഫ് ദ എലമെൻറ്റ്സ് ആർ സീറോ. ഒരു മെട്രിക്സിൻ്റെ കൂടുതൽ എലമെൻറ്റ്സും സീറോസ് ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? സ്പാർസ് മെട്രിക്സ് എന്ന് പറയും. ഇത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി 2D array ആണ് യൂസ് ചെയ്യുക. ഓക്കെ, പക്ഷേ ഇവിടെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ എലമെൻറ്റ്സ് സീറോ ആയതുകൊണ്ട് തന്നെ ഇവിടെ വേസ്റ്റേജ് ഓഫ് മെമ്മറി നല്ലോണം ഉണ്ട്. ഓക്കെ, ഇനി ഇതെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യണമെന്ന് നോക്കാം. An element within a matrix can be uniquely represented by the triple row column value. നമ്മൾ എങ്ങനെയാണ് സ്പാർസ് മെട്രിക്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഒരു റോ കോളം വാല്യൂ എന്ന രീതിയിലാണ് നമ്മളത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ അറേ ഓഫ് ട്രിപ്ലെറ്റ്സ് ആയിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. റോ ഇൻഡൈസൈസ് എന്നത് അസെൻഡിങ് ഓർഡറിലാണ്, അതേപോലെ തന്നെയാണ് കോളവും നമ്മൾ അസെൻഡിങ് ഓർഡറിൽ ചെയ്യും. അതുപോലെ തന്നെ ലാസ്റ്റിൽ നമ്പർ ഓഫ് റോസ് എത്രയുണ്ട്, നമ്പർ ഓഫ് കോളംസ് എത്രയുണ്ട്, നോൺ സീറോ എലമെൻസും എത്രയുണ്ട് എന്നുള്ളത് നമ്മൾ അതിൽ സ്റ്റോർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിഫൈൻ മാക്സ് ടേംസ് 101, ടൈപ്പ് ഡെഫ് സ്ട്രക്ട് ഇൻറ്റ് കോളം ഇൻറ്റ് റോ ഇൻറ്റ് വാല്യൂ കേർലി ടേം എ മാക്സ് ടേം. ഇത് വെച്ചാൽ ഒരു സ്ട്രക്ചറിൻ്റെ രീതിയിൽ അവർ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മളൊരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഈ എക്സാമ്പിൾ നമ്മൾ എങ്ങനെയാണ് 2D അറേയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഈ അറേ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ എത്ര റോസ് ഉണ്ട്? 1 2 3 4 5. അപ്പോൾ നമ്മൾ ഈ ടേബിളിൽ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, റോസ് കോളംസ് വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 3ആക്കുക. ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് റോസ് ആണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ഈ മെട്രിക്സ് ചെക്ക് ചെയ്യുമ്പോൾ ഇതിൽ എത്ര റോസ് ഉണ്ട്? 5ൽ 1 2 3 4 5 5 റോസ് ഉണ്ട്. അപ്പോൾ റോസിൻ്റെ ഫസ്റ്റ് വാല്യൂ എഴുതേണ്ടത് എന്താ? 5. എത്ര നമ്പർ ഓഫ് റോസ് ഉണ്ട് എന്ന് എഴുതി. ഇനി അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എത്ര നമ്പർ ഓഫ് കോളംസ് ഉണ്ട് ചെക്ക് ചെയ്യണം. 1 2 3 4 5 6 കോളംസ് ഉണ്ട്. സോ അത് ഫസ്റ്റത്തെ വാല്യൂ ആയിട്ട് എഴുതി. ഇനി എത്ര നോൺ സീറോ എലമെൻറ്റ്സ് ഉണ്ട്? 1 2 3 4 5 6, അതും 6. അപ്പോൾ വാല്യൂസിൻ്റെ കോളത്തിൽ 6 എന്ന് എടുത്തു. അപ്പോൾ ആദ്യത്തെ റോ എഴുതേണ്ടത് എത്ര നമ്പർ ഓഫ് റോസ് ഉണ്ട്, എത്ര നമ്പർ ഓഫ് കോളംസ് ഉണ്ട്, എത്ര നമ്പർ ഓഫ് വാല്യൂസ് ഉണ്ട് ഇതാണ്. ഇനി അടുത്ത് നമ്മൾ 0th റോ എടുക്കുക. അപ്പോൾ 0th റോ എടുക്കുന്ന സമയത്ത് റോൻ്റെ അവിടെ 0 എന്ന് കൊടുക്കുക. ഇനി 0th റോ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നോൺ സീറോ എലമെൻ്റ് എത്രാമത്തെ കോളത്തിലാണ് വരുന്നത്? 0 1 2 3 4. 0th റോ ആണ്. അപ്പോൾ കോളം എണ്ണുമ്പോഴും 0 1 2 3 4. 4th കോളത്തിലാണ് 9 എന്ന് പറയുന്നത് നോൺ സീറോ വരുന്നത്. അപ്പോൾ കോളം എന്ന് പറയുന്നത് 4ഉം വാല്യൂ എന്ന് പറയുന്നത് 9 ആയിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത റോ നോക്കാം. ഫസ്റ്റ് റോ നോക്കുന്ന സമയത്ത് റോൻ്റെ കോളത്തിൽ 1ഉം ഇനി കോളത്തിൻ്റെ കേസ് നോക്കുമ്പോൾ 0 1 ഫസ്റ്റ് കോളത്തിൽ തന്നെയാണ് നമ്മുടെ നോൺ സീറോ വാല്യൂ കൊടുക്കുന്നത്. അപ്പോൾ 1 ആയിരിക്കും കോളംസിൽ ആഡ് ചെയ്യേണ്ടത്. നോൺ സീറോ എലമെൻ്റ് ഏതാ? 8. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി അടുത്ത കോളം നോക്കുക. അടുത്ത കോളം നോക്കുന്ന സമയത്ത് സെക്കൻഡ് കോളം ആണ്. അപ്പോൾ സെക്കൻഡ് റോ ആണ്. അപ്പം നമ്മൾ റോൻ്റെ അവിടെ 2 എന്ന് എഴുതി. എത്രാമത്തെ പൊസിഷനിലാണ്? 0th കോളത്തിലാണ്. അപ്പോൾ കോളത്തിൻ്റെ അവിടെ 0 എഴുതി, നോൺ സീറോ 4 എഴുതി. ഇനി അടുത്ത റോ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ റോയിൽ തന്നെ പിന്നെയും ഒരു വാല്യൂ കൂടെ ഉണ്ട് ഇല്ലേ. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ സെക്കൻഡ് റോ എടുക്കുക. എത്രാമത്തെ കോളത്തിലാണ് നോക്കാം? 3ാമത്തെ കോളത്തിലാണ്. ഏതാ വാല്യൂ? 2. അപ്പോൾ ഒരു റോയിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ വാല്യൂസ് ഉണ്ടെങ്കിൽ നമ്മളത് അത്രയും പ്രാവശ്യം നമ്മളത് റെപ്രസെൻ്റ് ചെയ്തേ പറ്റും. ഇനി 3ാമത്തെ റോ എടുത്തു കഴിഞ്ഞാൽ 3ാമത്തെ റോയിൽ എത്രാമത്തെ കോളത്തിലാണ്? 5ാമത്തെ കോളത്തിലാണ്. അപ്പോൾ 3 5 5. ഇനി അടുത്തത് എടുക്കുമ്പോൾ 4ാമത്തെ കോളത്തിൽ. 4ാമത്തെ റോ എന്ന് പറയുമ്പോൾ 1 2 3 4 5 അല്ല 1 2 3 3. 2ാമത്തെ കോളത്തിലാണ് വാല്യൂ വരുന്നത്. അപ്പോൾ റോൻ്റെ കോളത്തിൽ 4ഉം കോളത്തിൻ്റെ ഇതിൽ 0 1 2ഉം വാല്യൂ 2ഉമാണ്. ഇങ്ങനെയാണ് നമ്മൾ ട്രിപ്പിൾ റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു സ്പാർസ് മെട്രിക്സ് തന്നിട്ട് നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, താങ്ക് യു.